ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഇത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം, കുറച്ച്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായി വലിയ പീസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നന്നായിട്ട് എല്ലാ ചിക്കനും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കില്ലേ, അതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഈ മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 4 മണിക്കൂർ 5 മണിക്കൂറായിട്ടും ഫ്രിഡ്ജിൽ വെക്കാം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ വെക്കാം. അല്ല, എത്ര ടൈം ഉണ്ട് അതിനനുസരിച്ച് വെക്കാം. ഓവർനൈറ്റ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനൊരു 5 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെറും സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്കെല്ലാം ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എല്ലാം വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ഇതിനേക്കുള്ള സോസ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് 2 എഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പാലൊരു 2 വലിയ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രഷ് ക്രീമും 2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചീസ് സ്ലൈസ് ഞാനൊരു 3 ചീസ് സ്ലൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 എണ്ണം മതിയെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണൊക്കെ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കന് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് തന്നെ ഈ സൈഡൊന്ന് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയിലൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് നേരം ആകുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ അടി പിടിക്കാനൊക്കെ ചാൻസ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കന് ഒരുവിധം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പൊരിഞ്ഞ് അത്യാവശ്യം വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം വെന്തിട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ വേവ് ഓരോരുത്തരുടെ ചിക്കൻ അനുസരിച്ച് നമുക്കിപ്പോൾ ടൈമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ടൈം അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം.
നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സോസ് എല്ലാ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് ആ ചീസൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മളെ ടർക്കിഷ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് പോലെ തന്നെ എനിക്ക് തോന്നിയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. സോസും കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ചിലർക്ക് നല്ല ഇഷ്ടമാണ് ഈ ടേസ്റ്റ്.